ഇതെന്താണെന്നറിയോ? അപ്പോൾ ഇതാണ് ചൗ ചൗ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒരു തോരൻ റെസിപ്പി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം കട്ട് ചെയ്ത പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തേങ്ങ ആയാലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചോ ചോ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.